പ്രിയ ക്രിസ്തുവിലെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു നിമിഷം സങ്കൽപ്പിക്കുക. ഇന്ന് നിങ്ങളുടെ പരീക്ഷകൻ യേശു തന്നെയാണ്. അവൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, ബന്ധങ്ങളിലേക്ക്, പ്രതികരണങ്ങളിലേക്ക് നോക്കി സ്നേഹത്തോടെ ചോദിക്കുന്നു, നീ എന്നിലുള്ള വിശ്വാസം എങ്ങനെ അടയാളപ്പെടുത്തുന്നു? മത്തായി 5:43-48 ഈ ദിവ്യ പരീക്ഷയിൽ നിന്റെ സ്കോർ എത്രയാണ്? ചോദ്യപേപ്പർ വ്യക്തമാണ്, കർശനവുമാണ്. നിന്നോട് പറഞ്ഞത് കേട്ടിട്ടുണ്ടല്ലോ, നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ വെറുക്കുക. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പൂർണ്ണനായിരിക്കുന്നതുപോലെ നിങ്ങളും പൂർണ്ണരാകുവിൻ. മത്തായി 5:43-48. ടാക്സി എടുക്കുന്നവർ സുഹൃത്തുക്കളെ സ്നേഹിക്കുന്നു, പുറജാതിക്കാർ തങ്ങളുടെ കൂട്ടത്തെ അഭിവാദ്യം ചെയ്യുന്നു. ക്രിസ്ത്യാനികൾക്ക് അതിനപ്പുറം പോകണം. ശത്രുക്കളെപ്പോലും സ്നേഹിക്കുക, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവകൃപയോടെ ഈ ദിവ്യ പരീക്ഷയ്ക്ക് ഇരിക്കാൻ നമ്മൾ തയ്യാറാണോ? പണ്ട് ശാസ്ത്രിമാരും ഫരിസേയരും ചോദ്യത്തെ ചെറുതാക്കാൻ ശ്രമിച്ചു. ദൈവം പറഞ്ഞത് നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അവർ അയൽക്കാരൻ എന്നത് കുറിച്ചുകൊണ്ടിരുന്നു. എന്റെ സ്വന്തം ജനം മാത്രം, എനിക്ക് സമാനമുള്ളവർ മാത്രം, അർഹതയുള്ളവർ മാത്രം. നിശബ്ദമായി അവർ ഒരു വര കൂടി ചേർത്തു, ശത്രുവിനെ വെറുക്കുക. പക്ഷേ ദൈവനിയമം ഒരിക്കലും വെറുപ്പ് ആജ്ഞാപിച്ചിട്ടില്ല. ആദ്യം മുതൽ അത് സ്നേഹത്തിന്റെ വലുതാക്കുന്ന വലയമായിരുന്നു. യേശു ആ വികലത തുറന്നുകാട്ടുന്നു. നിന്നോട് പറഞ്ഞത് കേട്ടിട്ടുണ്ടല്ലോ, നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ വെറുക്കുക. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക, ശപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തുകൊണ്ട്? അങ്ങനെ നിങ്ങൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന്റെ മക്കളാകും. കാരണം അവൻ തന്റെ സൂര്യനെ തിന്മയുള്ളവരുടെയും നന്മയുള്ളവരുടെയും മേൽ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും അനീതിമാന്മാരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു. മത്തായി 5:45. ഈ പരീക്ഷ കടന്നുപോകുക എന്നത് ഒരു കോപാലുനായ അധ്യാപകനെ ഇംപ്രസ് ചെയ്യലല്ല, പതിയെ പിതാവിനെ പോലെ ആകുകയാണ്. യേശു ചോദ്യപേപ്പർ തുടരുന്നത് കേൾക്കൂ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ എന്തു പ്രതിഫലമുണ്ട്? ടാക്സി എടുക്കുന്നവർ പോലും അതല്ലേ ചെയ്യുന്നത്? നിങ്ങളുടെ സഹോദരങ്ങളെ മാത്രം അഭിവാദ്യം ചെയ്താൽ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ എന്തു കൂടുതലാണ് ചെയ്യുന്നത്? പുറജാതിക്കാർ പോലും അതല്ലേ ചെയ്യുന്നത്? മത്തായി 5:46-47. ക്രിസ്ത്യാനിയുടെ വ്യത്യാസം തുടങ്ങുന്നത് സ്വാഭാവിക സ്നേഹം അവസാനിക്കുന്നിടത്താണ്. ശത്രുവിന്റെ വാതിലിന്റെ മുമ്പിൽ, പ്രയാസകരനായ വ്യക്തിയുടെ മുഖത്ത്, നമ്മെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചവന്റെ ഓർമ്മയിൽ. പക്ഷേ പ്രിയ സുഹൃത്തുക്കളെ, യേശു നമ്മെ തകർക്കാൻ അസാധ്യമായ പരീക്ഷ നൽകുന്നില്ല. അവൻ പിതാവിന്റെ ഹൃദയം വെളിവാക്കുകയാണ്. എല്ലാ ദിവസവും ദൈവം സൂര്യപ്രകാശവും മഴയും ആഹാരവും ശ്വാസവും പുതിയ അവസരങ്ങളും നൽകുന്നു. അവനെ അനുഗ്രഹിക്കുന്നവർക്കും അവനെ ദൂഷിക്കുന്നവർക്കും. ദൈവം പാപത്തെ അംഗീകരിക്കുന്നില്ല, പക്ഷെ പാപിയെ തേടുന്നത് ഒരിക്കലും നിർത്തുന്നില്ല. നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കാൻ ധൈര്യപ്പെടുമ്പോൾ നമ്മൾ കരുണയുടെ ഈ താളത്തിൽ ചുവടുവെക്കുന്നു. നമ്മൾ പിതാവിന്റെ അക്ഷരത്തിൽ ഉത്തരമെഴുതുന്നു. ലിസിയൂക്സിലെ കാർമൽ ഒരു രഹസ്യ പരിശുദ്ധിയുടെ ക്ലാസ് റൂമാണ്. അവിടെ യുവതിയായ വിശുദ്ധ തെരേസ ബാഹ്യമായ വലിയ പ്രവർത്തികളെ സ്വപ്നം കണ്ടില്ല. അവൾ ചെറിയ വഴിയിലെ വലിയ സ്നേഹത്തെ സ്വപ്നം കണ്ടു. കോൺവെന്റിൽ ഒരു സഹോദരിയുണ്ടായിരുന്നു. അവളുടെ ചെറിയ ദൈനംദിന ശീലങ്ങൾ തെരേസയെ ആഴത്തിൽ പ്രകോപിപ്പിച്ചു. ശബ്ദമുള്ളത്, അപാകൃതമായത്, ഒരിക്കൽ തെരേസയുടെ സ്ഥാനം പോലും എടുത്തു. തെരേസയുടെ ഉള്ളിൽ എല്ലാം പ്രതികരിക്കാൻ ആഗ്രഹിച്ചു. ചൊടിക്കാൻ, അസ്വസ്ഥത കാണിക്കാൻ, എന്റെ അവകാശം സംരക്ഷിക്കാൻ. പക്ഷേ ആ ഉള്ളിലെ പരീക്ഷ നിമിഷത്തിൽ തെരേസ യേശുവിന്റെ ചോദ്യപേപ്പർ നോക്കി അവന്റെ ഉത്തരം തിരഞ്ഞെടുത്തു. അവൾ ചുളിവ് വരുത്താതെ പുഞ്ചിരിച്ചു. അസ്വസ്ഥത നിശബ്ദമായി ദൈവത്തിന് സമർപ്പിച്ചു. ആ സഹോദരിക്ക് വേണ്ടി പ്രത്യേക സ്നേഹത്തോടെ പ്രാർത്ഥിച്ചു, അവളെ പ്രിയ സുഹൃത്തിനെ പോലെ. പുറത്ത് ഒന്നും വലുതാക്കിയില്ല, ആരവമില്ല, വെളിച്ചമില്ല, വാർത്തയില്ല. ഉള്ളിൽ കൃപ പ്രവർത്തിച്ചു. പതിയെ മറഞ്ഞ വെറുപ്പ് ഉരുകി, ബന്ധത്തിന്റെ ടോൺ മാറി. തെരേസയ്ക്ക് പരിശുദ്ധി എന്നത് കൂടുതൽ വിദഗ്ധമായി വെറുക്കുക എന്നല്ല, രഹസ്യമായി സ്നേഹിക്കുകയാണ്. ക്രിസ്തു മാത്രം കാണുന്നിടത്ത്. സ്വർഗത്തിന്റെ മാർക്കിംഗ് സ്കീമിൽ അത് വളരെ ഉയർന്ന സ്കോറാണ്. പിന്നീട് അവൾ എഴുതി, സ്വയം പ്രതിരോധിക്കാനുള്ള ത്വരയെ ചെറുത്ത്
സ്നേഹത്താൽ നിശബ്ദത തിരഞ്ഞെടുത്തപ്പോൾ അവളുടെ ആത്മാവിന് സമാധാനം നിലനിന്നു. അവളുടെ ശത്രു ആ സഹോദരിയല്ല, ഹൃദയം അടയ്ക്കാനുള്ള പ്രലോഭനമാണ് യഥാർത്ഥ ശത്രു. കൃപയാൽ അവൾ ആ ഭാഗം പാസായി. ഈ സുവിശേഷം കോൺവെന്റുകളിൽ മാത്രമല്ല, നമ്മുടെ സിനിമാ സ്ക്രീനുകളിലും കാണാം. മലയാള ചിത്രമായ വർണ്ണപ്പകിട്ടിൽ സണ്ണിയും മുഹമ്മദ് അലിയും കൈപ്പേറിയ ചക്രത്തിൽ കുടുങ്ങി. വെറുപ്പ്, വഞ്ചന, പ്രതികാരം, വേദനയെ ജനിപ്പിക്കുന്നു. മുഹമ്മദ് അലി ക്രോധത്തിൽ ആയുധം കൊണ്ടുവരുന്നു. സണ്ണിയെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. എല്ലാം ഒരധ്യായം കൂടി ആയുധത്തിന് തയ്യാറായി. പക്ഷേ നിർണായക നിമിഷത്തിൽ സണ്ണി മറ്റൊരുത്തരം തിരഞ്ഞെടുത്തു. അവൻ പ്രതിരോധം കീഴടക്കി, അഹങ്കാരം വിട്ടു, എല്ലാം നഷ്ടപ്പെടാൻ തയ്യാറായി. വെറുപ്പ് അവസാനിപ്പിക്കണമെന്ന് അപേക്ഷിച്ചു. സ്വത്ത് കൈമാറാൻ തയ്യാറായി, യുദ്ധം തുടരാതിരിക്കാൻ. ആ ദുർബലമായ സമർപ്പണം അലിയുടെ ഹൃദയം പൊട്ടിച്ചു. പ്രതികാരത്തിന്റെ തോക്ക് വീണു. ശത്രുക്കൾ ഇനി എതിരാളികളായല്ല, സഹോദരങ്ങളായി നേരിട്ട് നിന്നു. അവരുടെ ജീവിതത്തിന്റെ നിറങ്ങൾ ഒരു കാലത്ത് കലഹിച്ചത് പതിയെ ഒന്നിച്ചുകൂടാൻ തുടങ്ങി. ഇതൊരു ചിത്രം മാത്രമാണ്, പക്ഷേ സുവിശേഷത്തിന്റെ യഥാർത്ഥ നിയമം പ്രതിഫലിപ്പിക്കുന്നു. ഒരാൾ വെറുപ്പിന്റെ ശൃംഖല തുടരാൻ വിസമ്മതിക്കുകയും പ്രതികാരത്തിന് പകരം സ്വയസമർപ്പണം തിരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ കൃപയ്ക്ക് ഒരു വാതിൽ തുറക്കപ്പെടുന്നു. സണ്ണി തിന്മ നടന്നത് നിഷേധിക്കുന്നില്ല. അവൻ തീരുമാനിക്കുന്നത് തിന്മയ്ക്ക് അവസാന വാക്കുണ്ടാവില്ല എന്നാണ്. അതാണ് ക്രൂശിൽ യേശു ചെയ്തത്. പാപം ഒന്നുമല്ല എന്നവൻ പറഞ്ഞില്ല. അവൻ അതിനെ അത്രത്തോളം ഗൗരവത്തിലെടുത്തു. അതിനുവേണ്ടി മരിച്ചു. എന്നിട്ടും അവന്റെ അവസാന ശ്വാസത്തിൽ നമ്മുടെ പരീക്ഷ പേപ്പറിൽ മറ്റൊരു വര എഴുതി: പിതാവേ, ഇവർക്ക് ക്ഷമിക്കണം, ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല. ചിലർ ചോദിക്കാറുണ്ട്, ശത്രുക്കളെ സ്നേഹിച്ചാൽ നീതി അവഗണിക്കുന്നില്ലേ? ഇല്ല, ദൈവം തിന്മയെ പൂർണ്ണ ഗൗരവത്തോടെ എടുക്കുന്നു. പക്ഷെ അവന്റെ നീതി എപ്പോഴും കരുണയിൽ നനഞ്ഞതാണ്. നിനവയെ ഓർക്കുക, പശ്ചാത്താപത്തിന് സമയം നൽകി. ശൗലിനെ ഓർക്കുക, ഭീഷണിയും കൊലയും ശ്വസിച്ചവൻ പൗല ആയി, സ്നേഹത്തിന്റെ അപ്പോസ്തലനായി. ദൈവത്തിന്റെ ക്ഷമ ദൗർബല്യമല്ല, ഹൃദയങ്ങൾ തിരിഞ്ഞുവരാൻ അവൻ നൽകുന്ന സമയമാണ്. നമ്മൾ സ്നേഹിക്കുന്നത് അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ്. 1 യോഹന്നാൻ 4:19. ശത്രുവിനെ സ്നേഹിക്കുമ്പോൾ നീ അവന്റെ പാപത്തെ അംഗീകരിക്കുന്നില്ല, നീ അവന്റെ ആഴത്തിലെ നന്മ സേക്കുകയാണ്. അവന്റെ രക്ഷ, സൗഖ്യം, ദൈവത്തിലേക്കുള്ള മടക്കം. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പൂർണ്ണനായിരിക്കുന്നതുപോലെ നിങ്ങളും പൂർണ്ണരാകുവിൻ. മത്തായി 5:48. എന്നതർത്ഥം ഒരു തെറ്റും ചെയ്യരുത് എന്നല്ല. എന്നതർത്ഥം നിന്റെ സ്നേഹം പൂർണ്ണമാക്കുക. ദൈവം വര നീട്ടാത്തിടത്ത് നീ വര നീട്ടരുത്. അത് പരിശുദ്ധാത്മാവിനെ അനുവദിക്കുകയാണ്. നിന്റെ ക്ഷമയുടെ ശേഷി വലുതാക്കാൻ, അനുഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും ഒരിക്കലും ക്ഷമ ചോദിക്കാത്തവർക്ക് വേണ്ടി. ഇത് ദൈനംദിന ക്ലാസ് റൂമിൽ എങ്ങനെ ജീവിക്കാം? നിന്റെ ദിവസത്തെ ഒരു ചെറിയ സ്നേഹ പരീക്ഷയായി കാണുക. രാവിലെ തിരക്ക് തുടങ്ങുന്നതിനു മുൻപ് നിന്റെ പരീക്ഷ ചോദ്യങ്ങൾ പേര് വിളിക്കുക. ദൈവത്തിന്റെ മുൻപിൽ ശാന്തമായി കൊണ്ടുവരിക. നിന്നോട് പ്രയാസമുള്ള 1, 2, 3 പേരെ, കുടുംബാംഗത്തെ, സഹപ്രവർത്തകനെ, അയൽക്കാരനെ, നിന്നെ വേദനിപ്പിച്ചവനെ. ലളിതമായ വാക്കുകളിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, അവരെ അനുഗ്രഹിക്കണം, നീ എന്നെ അനുഗ്രഹിക്കുന്നതുപോലെ. എനിക്ക് വേണ്ടി നീ ആഗ്രഹിക്കുന്ന കൃപ അവർക്കും കൊടുക്കണം. ഇത്രയും മതി. നിന്റെ ഹൃദയം പിതാവിന്റെ ഹൃദയത്തിലേക്ക് തിരിയാൻ തുടങ്ങും. പകൽ സമയത്ത് നീതിക്കപ്പുറം ഒരു പ്രവൃത്തി തിരഞ്ഞെടുക്കുക. അർഹതയില്ലാത്ത ഒരാൾക്ക് നന്മ ചെയ്യുക. ചൊടിച്ച സഹപ്രവർത്തകന്, അപമര്യാദയുള്ള ഡ്രൈവർക്ക്, നന്ദി പറയാത്ത അയൽക്കാരന്. ഒരു പുഞ്ചിരി, ഒരു ചെറിയ സഹായം, ക്ഷമയുള്ള ഉത്തരം. നിന്റെ വികാരങ്ങൾ ഉടനടി മാറണമെന്നില്ല, പക്ഷേ നിന്റെ ഇച്ഛ സ്നേഹം തിരഞ്ഞെടുക്കുന്നു. സ്വർഗത്തിൽ ദൈവം ആ ഉത്തരമെഴുതുന്നു. വൈകുന്നേരം യേശുവിന്റെ മുൻപിൽ ശാന്തമായി നിൽക്കുക. അവനെ നിന്റെ പേപ്പർ പതുക്കെ റിവ്യൂ ചെയ്യാൻ അനുവദിക്കുക. ഇന്ന് എവിടെ വെറുപ്പ് ഉയർന്നു? എവിടെ കർക്കശമായി സംസാരിച്ചു? അല്ലെങ്കിൽ രഹസ്യമായി ശത്രുവിന്റെ പരാജയത്തിൽ സന്തോഷിച്ചു? എവിടെ ഒരിക്കലെങ്കിലും ശപിക്കുന്നതിന് പകരം അനുഗ്രഹിക്കാൻ തിരഞ്ഞെടുത്തു? നിന്റെ പരാജയങ്ങളും ചെറിയ വിജയങ്ങളും അവന്റെ പരിശുദ്ധ ഹൃദയത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക. വീണെടുത്ത് ക്ഷമ ചോദിക്കുക. അവൻ നിന്നിലൂടെ സ്നേഹിച്ചെടുത്ത് നന്ദി പറയുക. പ്രാർത്ഥിക്കുക. യേശുവേ, ക്രൂശിൽ നീ ശത്രുക്കളോട് ക്ഷമിച്ചു, എനിക്കും അത് പഠിപ്പിക്കണം. ആഴ്ചയിലൊരിക്കൽ സമാധാനത്തിലേക്ക് ഒരു ചെറിയ ചുവടുവെക്കുക.
ഒരു ലളിതമായ അഭിവാദ്യം, ഒരു സന്ദേശം, ഒരു ചെറിയ സഹായം, അല്ലെങ്കിൽ നിന്നെ ഒഴിവാക്കുന്ന ഒരാൾക്ക് വേണ്ടി നിശബ്ദമായി ഒരു കുർബാനയോ ഹോളി അവറോ സമർപ്പിക്കുക. അവർ മാറുമെന്ന് കാത്തിരിക്കേണ്ട, നീ ആദ്യ ചുവടുവെക്കുക, സമാധാനത്തിന്റെ പാതയിൽ. ഈ രീതിയിൽ സ്വർഗസ്ഥനായ പിതാവ് നിന്റെ ഹൃദയത്തെ പതിയെ പൂർണ്ണമാക്കുന്നു, വരവരയായി ക്ഷമയുള്ള അധ്യാപകനെപ്പോലെ. പ്രിയ സുഹൃത്തുക്കളെ, അവസാന ശ്വാസം വരെ നമ്മൾ ഈ സ്നേഹപരീക്ഷയിൽ 100% സ്കോർ ചെയ്തേക്കില്ല. പക്ഷെ അതല്ല കാര്യം. ഈ ദിവ്യ പരീക്ഷ നമ്മെ പരാജയപ്പെടുത്താൻ വേണ്ടിയല്ല, ദുർബലരും പഠിക്കുന്ന ഹൃദയങ്ങളിലും ദൈവത്തിന്റെ ശക്തി വെളിവാക്കാൻ വേണ്ടിയാണ്. നീ ശത്രുവിനെ സ്നേഹിക്കുമ്പോഴെല്ലാം, ചെറുതായാലും, കുടുംബസാമീപ്യം കൂടുതൽ ശക്തമാകുന്നു. നീ പിതാവിനെപ്പോലെ കാണാൻ തുടങ്ങുന്നു, നന്മയുള്ളവർക്കും തിന്മയുള്ളവർക്കും സൂര്യനും മഴയും നൽകുന്ന പിതാവിനെപ്പോലെ.